ഞാൻ ഡോക്ടർ ബിനിയ, പെറ്റ്സൈത ഹോമിയോ ക്ലിനിക് കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് പേർ കഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ശരീര ദുർഗന്ധം എന്നുള്ളത്. അതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, എങ്ങനെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ദുർഗന്ധം ഉണ്ടാകുന്നത്? നമ്മൾ ഓടുകയോ ചാടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് വർക്കുകളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ വിയർപ്പ് ഉണ്ടാകുന്നു. നമ്മുടെ ശരീരം ചൂടാകുന്ന സമയത്ത് അതിനെ തണുപ്പിക്കാൻ വേണ്ടിയാണ് നമുക്ക് വിയർപ്പ് ഉണ്ടാകുന്നത്. എന്നാൽ ആ സമയത്ത് നമുക്ക് മണം അധികം ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ തൊലിപ്പുറമെ ഇത് വന്നു കഴിഞ്ഞാൽ, വിയർപ്പ് തൊലിപ്പുറമേ വന്ന് നിൽക്കുന്നു. ഈ തൊലിപ്പുറമേയുള്ള ബാക്ടീരിയകൾ അതുമായി കമ്പൈൻ ചെയ്ത് നമുക്ക് സൾഫർ പദാർത്ഥങ്ങളായി മാറുന്നു. ഈ സമയത്താണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഉഷ്ണമണം അനുഭവപ്പെടുന്നത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. എക്രൈൻ ഗ്രന്ഥികളും എപ്പോക്രൈൻ ഗ്രന്ഥികളും. എക്രൈൻ ഗ്രന്ഥികളാണ് ശരീരമാകമാനം വിയർപ്പ് ഫോം ചെയ്യുന്നത്. അത് നമുക്ക് ശരിയായിട്ട് അതേപോലെ തന്നെ നമ്മുടെ വേസ്റ്റ്, എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും നമ്മുടെ വിയർപ്പിലൂടെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം എപ്പോക്രൈൻ ഗ്രന്ഥികൾ എന്താണ് ചെയ്യുന്നത്? അത് കക്ഷം, ഇന്നർ ഏരിയാസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരെ പ്രോട്ടീനും കൊഴുപ്പും കൂടുതൽ അടങ്ങിയ സ്വെറ്റ്, അതായത് വിയർപ്പാണ് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല അതിന് ദുർഗന്ധം ഏറുകയും ചെയ്യും. ഇനി എന്താണ് നമ്മുടെ സ്പ്രേ അടിക്കുന്ന സമയത്ത് എല്ലാവരും എന്താണ് ഇതിനു വേണ്ടി ചെയ്യുന്നത്? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ അടിക്കും അല്ലെ? എന്നാൽ സ്പ്രേ അടിക്കുന്ന സമയത്ത് ശരിയായിട്ട് നമ്മുടെ ശരീര ദുർഗന്ധം മാറിപ്പോകുന്നുണ്ടോ? ഇല്ല. നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? അത് അതിന്റെ സുഗന്ധം വെച്ച് നമ്മുടെ ഈ ഒരു ശരീര ദുർഗന്ധം മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അതിലെ അലുമിനിയം കണ്ടന്റ്, ആ പദാർത്ഥങ്ങൾ നമ്മുടെ ഈ ഒരു വിയർപ്പിനെ തടയാനായിട്ട് ശ്രമിക്കുന്നു. എന്തായാലും ഇവിടെ എന്താണ്, അതിനെ ഒളിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ശരിയായിട്ട് നമ്മുടെ ശരീര ദുർഗന്ധം കുറയുന്നില്ല. ഇനി എന്തൊക്കെയായിരിക്കാം നമുക്ക് ശരീര ദുർഗന്ധം ഭയങ്കരമായിട്ട് കൂടാനുള്ള കാരണങ്ങൾ? നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി, പ്രത്യേകിച്ച് പഞ്ചസാര കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീര ദുർഗന്ധം വളരെയധികം കൂടുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രെസ് കൂടുതലുള്ള ആളുകളിൽ, ഇങ്ങനത്തെ ആളുകളിൽ എപ്പോക്രൈൻ ഗ്ലാൻഡ് വളരെ ആക്ടിവേറ്റ് ചെയ്യുകയും അതുവഴി ഈ കൂടുതൽ പ്രോട്ടീനും കൊഴുപ്പുമുള്ള വിയർപ്പാണ് അവരിൽ ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവരിലെ ഡ്രസ്സുകൾ വളരെയധികം വിയർപ്പ് കൂടുതൽ സ്മെല്ലുള്ളതായിരിക്കും. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ഒരു യെല്ലോ സ്റ്റെയിൻ ഡ്രസ്സുകളിൽ ഉണ്ടാകാനും ഇടയുണ്ട്. ഇനി അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് ഹോർമോണൽ ഇംബാലൻസ്. ഹോർമോണൽ ഇംബാലൻസ് ഉള്ള പ്രത്യേകിച്ച് സ്ത്രീകളിൽ പീരീഡ്സിന്റെ സമയത്തും അതേപോലെ തന്നെ മെനപ്പോസ് ഉള്ള സമയങ്ങളിലും വിയർപ്പിന്റെ മണം കൂടുതലായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ, തീരെ വെള്ളം കുടിക്കാത്ത ആളുകളിലും ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു വിയർപ്പ് മണം ഉണ്ടാകാൻ ഇടയുണ്ട്. ഇനി എന്താണ് ഇതിന് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ബെറ്റർ ആക്കാനായിട്ട്, ഇങ്ങനെ ശരീര ദുർഗന്ധം കുറയ്ക്കാനായിട്ട് ചെയ്യാൻ കഴിയും? ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ വിയർപ്പിന്റെ ഈ ഒരു കാര്യം ഡൈല്യൂട്ട് ആയിട്ടാണ് നമ്മുടെ ശരീരത്തിലൂടെ പുറന്തള്ളുന്നത്. എങ്ങനെയായാലും വിയർപ്പ് വേസ്റ്റ് മെറ്റീരിയൽസ് പുറന്തള്ളുന്നുണ്ടെങ്കിലും വെള്ളം കൂടുതൽ കുടിക്കുകയാണെങ്കിൽ അത് ഡൈല്യൂട്ട് ചെയ്ത് അധികം സ്മെല്ലില്ലാതെ അതിന് പുറത്തു പോകാനായിട്ട് സാധിക്കും. അതേപോലെ പ്രോസസ്ഡ് ഫുഡ്, പഞ്ചസാര കൂടുതൽ അടങ്ങിയ ഫുഡുകളൊക്കെ മാറ്റി കുറച്ച് നല്ല ഒരു സാധാരണ രീതിയിലുള്ള ഭക്ഷണ രീതി നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ ഷുഗർ ഉള്ള ആളുകളിൽ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, വേറെ പലതരത്തിലുള്ള മണമായിട്ട്, അതായത് ഇപ്പൊ പഴത്തിന്റെ മണം കൂടുതൽ ഫീൽ ചെയ്യുന്ന ആളുകളിൽ എപ്പോഴും കണ്ടുവരുന്നതാണ് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ ഉള്ളിയുടെ മണം നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിൽ സൾഫർ കണ്ടന്റ് കൂടുതൽ ഉണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള മണങ്ങൾ, പസ്സിന്റെ മണം, അതായത് അണുബാധയുള്ളപ്പോൾ നമുക്ക് പ്രത്യേക തരം പസ്സിന്റെ മണം, പീരീഡ്സ് ഉള്ള സമയത്ത് ഒരു ബ്ലഡ് സ്റ്റെയിനിന്റെ മണം, ഇങ്ങനെ പലതരത്തിലുള്ള മണങ്ങളും നമുക്ക് പേഷ്യൻസിൽ നിന്നും അറിയാൻ കഴിയാറുണ്ട്. അപ്പോൾ ഹോമിയോയിൽ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ഓരോ കാര്യങ്ങളിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രകൃതം അനുസരിച്ചുള്ളത് ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ പേഷ്യൻസും വന്നിരിക്കുമ്പോഴും അവരുടെ ഒരു മണം പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതുപോലും അവരുടെ പ്രകൃതത്തിന്റെ പ്രത്യേകതയാണെന്ന് കണ്ട് അല്ലെങ്കിൽ അവരുടെ അസുഖത്തിന്റെ പ്രത്യേകതയാണെന്ന് കണ്ട് അത് ഞങ്ങൾ നോട്ട് ചെയ്യാറുണ്ട്.
അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാനും അത് വെച്ചാണ് നമ്മളിപ്പോൾ ഒരു 10 പേര് ഡയബറ്റീസ് ഉള്ളവർ വരികയാണ്, അല്ലെങ്കിൽ 10 പേര് തൈറോയിഡിന്റെ വ്യതിയാനമുള്ളവർ വന്നാലും 10 പേർക്കും പ്രത്യേകം തന്നെ, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള മരുന്നുകളായിരിക്കും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാരണം കൊണ്ടാണ് മനസ്സിലാക്കി തരുന്നത്. ഈ ഒരു മണം നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള മരുന്നുകൾ കണ്ടുപിടിച്ച് കൊടുക്കാൻ നമുക്ക് കഴിയാറുണ്ട്. അത് ഒരു ഭാഗം. അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ശരീര ദുർഗന്ധം അതായത് വരുന്നത് തന്നെ കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ധാരാളം വെള്ളം കുടിക്കുക, അതേപോലെ ഭക്ഷണം, ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ടുവരിക, നല്ല രീതിയിൽ എക്സർസൈസ് ചെയ്യുക, സ്ട്രെസ് കൺട്രോൾ ചെയ്യുക. സ്ട്രെസ് വരുന്ന സമയങ്ങളിൽ നമുക്ക് ഈ ഒരു കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ കാരണം തന്നെ നമ്മുടെ എപ്പോക്രൈൻ ഗ്രന്ഥികളാണ് ആക്ടിവേറ്റ് ആകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രെസ് കൺട്രോൾ ചെയ്യുക, മെഡിറ്റേഷനോ യോഗയോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, നല്ലതുപോലെ റെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ശരീര ദുർഗന്ധം, ഒരു ശുചിത്വം, നല്ല രീതിയിൽ ശുചിത്വം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആക്കാൻ കഴിയും. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്